ഇത്രയും വലിയൊരു പ്ലാൻ നമ്മള് മാധ്യമങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചു. ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേക മൊഴി BJP-കാർ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒരു കാര്യം ഞാൻ പറയും, ഒരു പരിഹാസ രൂപേണാണ് അവരന്ന് ചോദിച്ചതെങ്കിലും വൈകാതെ കേരളത്തിൽ BJP-ക്ക് മുഖ്യമന്ത്രി ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയം വേണ്ട. കേരളത്തിന്റെ രാഷ്ട്രീയം തീർച്ചയായിട്ടും പുതിയ കേരളം, മോദിയുടെ ഗ്യാരണ്ടി.
ബഹുമാനായിട്ടുള്ള നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ CK പത്മനാഭൻ പപ്പേട്ടൻ അവരുടെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു വേദിയിലിരിക്കുന്ന ബഹുമാനായിട്ടുള്ള നമ്മുടെ BJP സംസ്ഥാന കാര്യാലയത്തിന്റെ ആർക്കിടെക്ട് ബഹുമാനായിട്ടുള്ള ശ്രീ BR അജിത് അവരുടെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായിട്ടുള്ള നമ്മുടെ ഈ കെട്ടിടത്തിന്റെ കൺസ്ട്രക്ഷന്റെ ചുമതല പൂർണ്ണമായി വഹിച്ച ബഹുമാനായിട്ടുള്ള PRS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മുരുകൻ സാറിനെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യും. മറ്റുള്ളതെല്ലാം ഈ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള എല്ലാവരെയും മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി കടക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശത്തെ സംബന്ധിച്ച് ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ആമുഖമായിട്ടൊന്ന് വിശദീകരിക്കും. നമ്മുടെ ഈ ചടങ്ങിൽ BJPയുടെ സംസ്ഥാന കാര്യാലയം എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്വപ്നം കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനകത്ത് ഏറ്റവും വലിയ അഭിലാഷമായിരുന്ന BJPയുടെ സംസ്ഥാന കാര്യാലയം അത് ഇന്ന് പാലുകാച്ചലോടുകൂടി ആ സ്വപ്നം, ആ മഹത്തായ സ്വപ്നം ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടന്നിട്ടുള്ള എല്ലാ പരിപാടികളും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, എല്ലാവരും വീക്ഷിച്ചിട്ടുള്ളതാണ്. അതിമനോഹരമായ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിൽ എത്രത്തോളം നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്നോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇന്നിവിടെ ഔപചാരികമായി പാലുകാച്ചൽ കർമ്മത്തിലൂടെ നമുക്കായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത് ഇത് മാരാജിയുടെ പേരിലാണ് നമ്മുടെ ഈ സ്ഥാപനം, ഈ ഓഫീസ് അദ്ദേഹത്തിന്റെ KG മാരാരുടെ നാമധേയത്തിലാണ്. നേരത്തെയും അത് KG മാരാർ ഭവൻ തന്നെ ആയിരുന്നു. മാരാജി കേരളത്തിൽ ഇന്നത്തെ നാം കാണുന്ന നിലയിലുള്ള നമ്മുടെ പ്രസ്ഥാനം എത്തിപ്പെടുത്തുന്നത് ഒരു കൂട്ടായ്മ മുഴുവൻ തോന്നിച്ച ഒരു മാതൃകാ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രേരണയിലാണ് ഒരുപക്ഷെ ഇന്ന് കാണുന്ന പല നേതാക്കളും, അപൂർവം ചില സീനിയേഴ്സ് വെച്ച് ബാക്കി എല്ലാവരും മാരാജിയുടെ ശിക്ഷണത്തിലും അദ്ദേഹത്തിന്റെ കൂടെയും പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം BJP നേതാക്കളും പ്രവർത്തകരും. ഞാൻ ആ പേര് പ്രത്യേകമായിട്ട് ഇവിടെ സ്മരിക്കുകയും ഈ ഓഫീസ് നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് പണ്ട് നമുക്ക് കേരളത്തിൽ വലിയ അടിത്തറയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, നമുക്ക് സാമൂഹ്യമായിട്ട് സ്വാധീനമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ആരാധനായിട്ടുള്ള CKP അധ്യക്ഷനും അന്നത്തെ സംഘടനാ സെക്രട്ടറി ശ്രീ BP മുകുന്ദേട്ടൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന കാലത്താണ്
ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 100 മീറ്റർ പോലും നമുക്ക് നടക്കാനില്ല. KSRTC നിന്നാണെങ്കിൽ ഒരു 50-60 മീറ്റർ നടന്നാൽ ഒരു വാഹനമില്ലാതെ തന്നെ നമുക്ക് പാർട്ടി കാര്യാലയത്തിൽ എത്താൻ സാധിക്കും. കേരളത്തിലെ ഏത് പ്രവർത്തകർ വന്നാലും അവർ അധികം ചെലവില്ലാതെ ഇവിടെ നേരെ വന്ന് ഒരു വഴി പോലും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കണ്ണായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു 32 സെന്റ് സ്ഥലവും അന്നത്തെ ഒരു പഴയ കെട്ടിടവും വാങ്ങാൻ നേതൃത്വം നൽകിയ ശ്രീ മോഹൻചേട്ടനെയും അദ്ദേഹം ഇപ്പോഴില്ല, അദ്ദേഹത്തിന്റെ സഹോദര പുത്രൻ ഇന്നത്തെ ഈ ചടങ്ങിൽ നമ്മളോടൊപ്പം ചന്ദ്രന്റെ മകൻ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ CKP-യെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് സ്മരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഒരു ആവേശത്തോടു കൂടി പ്രവർത്തകർ ഒരു കാര്യാലയം എന്നുള്ള സ്വപ്നം തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ രാജ്യത്തെ എല്ലാ പ്രവർത്തകർക്കും, എല്ലാ സംസ്ഥാനങ്ങൾക്കും, എല്ലാ BJP യൂണിറ്റുകൾക്കും ഇത്രയും തിരക്കുകൾക്കിടയിലും മോദിജിയുടെ ഒരു മാർഗദർശനം തീർച്ചയായിട്ടും ഇങ്ങനെ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു ഓഫീസ് വേണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ എപ്പോഴത്തെയും ഒരു സ്വപ്നമാണ്. ഏത് മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോഴും അദ്ദേഹം പറയുമായിരുന്നു, പുതിയ കാലഘട്ടത്തിന്റെ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലുള്ള കാര്യാലയങ്ങൾ നമുക്ക് ഉയർന്നു വരണം. അങ്ങനെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ അനുഗ്രഹാശിസുകളോടെ ശ്രീ അമിത്ഷാജി ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അധ്യക്ഷനായിരിക്കുമ്പോഴാണ് രാജ്യത്ത് എല്ലായിടത്തും അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ പുതിയ കാര്യാലയങ്ങളുടെ ആവശ്യം, നവീനമായിട്ടുള്ള കാര്യാലയങ്ങളുടെ ആവശ്യം അദ്ദേഹം മുന്നിൽ പറയുകയും കേരളത്തിൽ സംസ്ഥാന കാര്യാലയവും അതുപോലെ 14 ജില്ലാ കാര്യാലയങ്ങളും നല്ല മനോഹരമായ രീതിയിൽ നിർമ്മിക്കണമെന്ന് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടു. അതിനാണ് നമുക്കൊരു പ്രേരണ അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ 14 ജില്ലാ കാര്യാലയങ്ങളിൽ ഇപ്പോൾ 4 നമ്മുടെ ഓഫീഷ്യലായിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ഓഫീസുകൾ അതിമനോഹരമായിട്ടുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കോട്ടയം ജില്ലയുടെയും ഓഫീസിൽ നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ പാലക്കാട്, പിന്നെ ആലപ്പുഴ, ഇടുക്കി 3 ജില്ലാ കാര്യാലയങ്ങളുടെ എല്ലാ പണിയും പൂർത്തിയായി. പാലുകാഴ്ച നടന്നില്ല, അതിന്റെ ഒഫീഷ്യലായിട്ടുള്ള ഇനോഗ്രേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം തുടങ്ങിയത് കൊല്ലം ലോക്സഭ പാർലമെന്റ് മണ്ഡലത്തിലാണ്. അതും നമുക്ക് ഒരു വർഷത്തിനകം കേരളത്തിലെ 14 ഓഫീസുകൾ, അതിമനോഹരമായിട്ടുള്ള എല്ലാ അത്യന്താധുനിക സൗകര്യങ്ങളുമുള്ള 14 ഓഫീസുകളും പൂർത്തിയാവുന്നു എന്നുള്ള സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഈ ഒരു ഓഫീസ് തീർച്ചയായിട്ടും ഇതിന്റെ തറക്കല്ലിടുന്നത് ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ കുമ്മനം രാജേട്ടൻ അധ്യക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹം 2017 ശ്രീ അമിത്ഷാജി തന്നെയാണ് ഈ കാര്യാലയത്തിന്റെ പിന്നെ തറക്കല്ലിടൽ ശിലാസ്ഥാപനം നടത്തുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് കുമ്മനം രാജേട്ടൻ അധ്യക്ഷ സ്ഥാനത്ത് മാറിയതിനു ശേഷം കുറച്ചു കാലം നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ കുറച്ച് കാലതാമസം വന്നു. അത് പ്രത്യേകിച്ച് കോവിഡിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഭീഷണി നമ്മൾ നേരിടേണ്ടി വന്നു. അതിന്റെ പേരിൽ നമുക്ക് 1 വർഷത്തോളം കാര്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ സാധിച്ചില്ല. പിന്നീട് വന്ന പ്രവർത്തകരാണ് കുറച്ചുകൂടി പെട്ടെന്ന് ഈ പഴയ കമ്മിറ്റി തന്നെ നിലനിർത്തിക്കൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിവേഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യാലയം നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കേരളത്തിലെ ഓരോ BJP പ്രവർത്തകന്റെയും വീടാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ എന്നോട് ചോദിച്ചത് വീട്ടിൽ നടക്കുന്ന പോലെ ചടങ്ങുകളാണ് പാർട്ടി ഓഫീസിൽ നടക്കുന്നത്. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ എല്ലാം ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ BJP പ്രവർത്തകരുടെയും തീർച്ചയായിട്ടും അവരുടെ അനുഭാവികളുടെയും ഒക്കെ ഒരു വീടാണ്. നമുക്ക് എപ്പോ വന്നാലും താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ്. രണ്ടാമത്തെ കാര്യം, ഇത് കേരളത്തിലെ എല്ലാ സാധാരണക്കാർക്കും വേണ്ടിയുള്ള ഓഫീസാണ്. ഞങ്ങള് ഇവിടുത്തെ പത്രക സുഹൃത്തുക്കളോട് കഴിഞ്ഞ ഒരു അഭ്യർത്ഥന, അതിമനോഹരമായിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക്. ഇതവിടുത്തെ ഈ ഓഫീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ്. കേരളത്തിലെ ഏത് സാധാരണ വ്യക്തിക്കും ഇവിടെ വരാം. അവരുടെ ഏത് ആവശ്യങ്ങളും അവർക്ക് സർക്കാരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും ഒക്കെ എന്ത് സഹായമാണോ ലഭ്യമാക്കേണ്ടത് അതിനെല്ലാം സഹായം ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ഇവിടെ ഇന്ന് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം തുടങ്ങുമ്പോഴേക്കും ഇപ്പം BJP സംസ്ഥാന കാര്യാലയത്തിൽ ചെറിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ല നിലയിൽ നമുക്ക് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ന് ഇവിടെ ഇത് കഴിഞ്ഞ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ലളിതമായ ചടങ്ങുകളാണ് നമ്മളിവിടെ നടത്തിയത്. അതിലും ചില പ്രാധാന്യങ്ങളുണ്ട്. ഇന്ന് രാവിലെ മുതൽ ശ്രീ കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് ഇന്ന് ഇവിടുത്തെ പൂജാവിധികളെല്ലാം നടന്നത്. പൂജാവിധികൾ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ നമ്പൂതിരി തന്ത്രവിദ്യാപീഠത്തിന്റെ ഡയറക്ടറാണ്. ആലുവയിലെ തന്ത്രവിദ്യാപീഠം കേരളത്തിലെ ജനങ്ങൾ അറിയുന്നവർക്ക് അറിയാം, അതൊരു വലിയ വിപ്ലവം നടത്തിയിട്ടുള്ള, അതായത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം
ഒരു നമ്മുടെ സാമൂഹ്യ രംഗത്ത് ഒരു അത്ഭുതകരമായിട്ടുള്ള വിപ്ലവം നടത്തിയില്ല. ബാല്യവിളം കേട്ടിട്ടുണ്ടോ? അതിന് സ്വർഗീയ മാധവജി, നമ്മുടെ എല്ലാം പ്രേരണ സ്രോതസ്സായിരുന്ന സ്വർഗീയ മാധവജിയുടെ അനുഗ്രഹാശിസുകളോടെ അദ്ദേഹം നടത്തിയ മുൻകൈയെടുത്ത് നടത്തിയ എല്ലാവർക്കും പൂജ ചെയ്യാനുള്ള അവസരമുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ജാതിക്ക് അതീതമായ എല്ലാ സമാജത്തിലുള്ളവർക്കും പൂജ പഠിക്കാനും തന്ത്രവിദ്യ പഠിക്കാനും അതുവഴി പൂജ ചെയ്യാനുള്ള അവകാശം സ്ഥാപിക്കാൻ നമുക്കെല്ലാം അറിയാം. ഹൈക്കോടതി വിധിയിലൂടെ പറവൂർ ശ്രീധരനാഥന്റെ മകൻ ശ്രീ രാജേഷിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു വിപ്ലവം നമുക്ക് എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം കിട്ടിയിരുന്നെങ്കിലും എല്ലാവർക്കും ക്ഷേത്രത്തിൽ പൂജ ചെയ്യാനുള്ള അവകാശം ഇവിടെ ഒരു വിപ്ലവ പാർട്ടിയോ ഒരു സർക്കാരല്ല ഒരുക്കി കൊടുത്തത്. അത് ഇവിടുത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് അങ്ങനെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പൂജ ചെയ്യാം എന്നുള്ള ഒരു വലിയ വിപ്ലവം നടത്തിയത്. അവിടുത്തെ ഡയറക്ടർ തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകിയത് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിതാർത്ഥ്യം നൽകുന്നത്. മറ്റൊന്ന് ഇവിടെ ഇന്ന് പാലുകാച്ചൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇടമലക്കുടിയിലെ നമ്മുടെ വനവാസി സഹോദരി മുതൽ കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ആരും എന്താ പറയാ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പാലുകാച്ചൽ കർമ്മം നമ്മൾ നടത്തിയിരിക്കുന്നത്. അതിലും ഒരു സാമൂഹ്യ ഐക്യത്തിന്റെ ഒരു സാമൂഹ്യ നീതിയുടെ എല്ലാം ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള ഒരു പാലുകാച്ചൽ ചടങ്ങും നമ്മൾ വെച്ചിരിക്കുന്നത്. ഇന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഈ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട എല്ലാവരെയും ഇന്ന് ക്ഷണിക്കാൻ നമുക്ക് സാധിച്ചില്ല. കാരണം ഒരു കാര്യം വെച്ചാൽ വളരെ പെട്ടെന്നാണ് നമ്മുടെ ഈ ചടങ്ങുകളെല്ലാം വെച്ചത്. അതുപോലെ വിവിധ ക്ഷേത്ര സംഘടനകളുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തകരെ നമുക്ക് ഇനിയും ധാരാളമായിട്ട് ക്ഷണിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ ഓരോ വിവിധ ക്ഷേത്ര സംഘടനകളിലും ഒന്നോ രണ്ടോ പേരെയൊക്കെയാണ് നമുക്ക് ഇന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഓർമ്മിക്കേണ്ട ചില പേരുകൾ, പ്രത്യേകിച്ചും നമ്മുടെ പി മൂന്തേട്ടൻ സംഘടനാ സെക്രട്ടറി ആയി മാറിയതിനു ശേഷം അദ്ദേഹം ഈ സമയത്ത് തന്നെയാണ് കടന്നു വരുന്നത്. നമ്മുടെ ഉമാകാന്തൻജി ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ദീർഘകാലം കേരളത്തിലെ ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ രൂപവും ഭാവവും സംഘടനാപരമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയും അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാക്കുന്ന ഒരു കാലത്ത് ഒരു 4-5% വോട്ടുണ്ടായിരുന്ന ഒരു കാലത്ത് പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറിയായി ചുമതലയേറ്റ് ആ കാലത്ത് ഒരു 7-10 വർഷം നമ്മുടെ കൂടെ പ്രവർത്തിച്ച മാന്യ ഉമാകാന്തൻജി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കേരളത്തിലെ ഓരോ BJP പ്രവർത്തകരും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സംഘടനാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന മാന്യ ഗണേഷ് ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം എത്തുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷ. അദ്ദേഹത്തിന് വയനാട്ടിലോ മറ്റോ എന്തോ അത്യാവശ്യമായിട്ട് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം വരുന്നില്ല. ഇന്ന് വരുന്നില്ല, അടുത്ത ദിവസം വരാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവരെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നത്. കാരണം ഇത്രയും വർഷത്തെ ഒരു പരിശ്രമം, നമ്മൾ ഇങ്ങനെ ഒരു നല്ലൊരു ഓഫീസ് പണിയണമെന്നുള്ള ഇത്രയും വർഷത്തെ ഒരു പരിശ്രമം തീർച്ചയായിട്ടും അത് അവരുടെ എല്ലാം മാർഗദർശനത്തിലൂടെ എത്രയോ ബലിദാനികൾ നമുക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അവരെല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. കേന്ദ്രത്തിലെയും കേരളത്തിലെയും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും ഇങ്ങനെയുള്ള ഒരു സംരംഭം ഇവിടെ ഉയർന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട്. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരുടെ എല്ലാം ഉയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഒരു അംശം കൂടിയാണ് കേരളത്തിലെ മാരാർജി ഭവൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ഒരു വീടാണ്. ഇവിടെ ഈ ഇത്രയും വലിയൊരു പ്ലാൻ നമ്മള് മാധ്യമങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചു. ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേക മുറി BJP-കാർ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒരു കാര്യം ഞാൻ പറയും, ഒരു പരിഹാസ രൂപേണയാണ് അവരന്ന് ചോദിച്ചതെങ്കിലും വൈകാതെ കേരളത്തിൽ BJP-ക്ക് മുഖ്യമന്ത്രി ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയം വേണ്ട. കേരളത്തിന്റെ രാഷ്ട്രീയം തീർച്ചയായിട്ടും പുതിയ കേരളം, മോദിയുടെ ഗ്യാരണ്ടി, അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും ശ്രീ നരേന്ദ്രമോദി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നരേന്ദ്രമോദിയുടെ വിശ്വാസ്യത, അദ്ദേഹത്തിനുള്ള സ്വീകാര്യത നമ്മുടെ സംസ്ഥാനത്ത് അങ്ങേയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തീർച്ചയായിട്ടും പുതിയ കാര്യാലയം ഉദ്ഘാടനം ചെയ്തത്. ഞാൻ മറ്റ് ധാരാളം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ആർക്കിടെക്ചർ കോളേജ് ആശാടി അദ്ദേഹം എറണാകുളത്ത് വൈദ്യുതിയിൽ നടത്തുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ആർക്കിടെക്റ്റാണ് അദ്ദേഹത്തിനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ ആദരിക്കുകയാണ്.
ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുവാൻ ബഹുമാനനായിട്ടുള്ള ശ്രീ പ്രിയ സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായിട്ടുള്ള നന്ദി സാർ, നന്ദി. ബഹുമാനായിട്ടുള്ള ശ്രീ മുരുകൻ സാർ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇരിക്കല്ലേ